നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റെന ഫാത്തിമ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ റെന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു റീച്ചിലേക്കാണ് ഇപ്പോൾ റെന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ഇൻട്രോ വീഡിയോ മറ്റൊരു ചാനൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വൈറലായിക്കൊണ്ടിരിക്കും. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഫസ്റ്റ് ആദ്യത്തെ 1, 2, 3 ചൊറിയൽ വഴക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഒതുങ്ങിപ്പോയ റെനയാണ് ഒരു ഗ്രൂപ്പിലേക്ക് പോയ ഒരു ഗ്രൂപ്പിന്റെ വള്ളിയായി മാറി ഒതുങ്ങിപ്പോയ ഒരു റെനയായിരുന്നു നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടിരുന്നത്. റെന ഔട്ട് ആവാറായപ്പോഴേക്ക് ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പുറത്ത് ചാടി കുറച്ച് പോസിറ്റീവ് ഒക്കെ ആയിട്ടാണ് റെന ഇറങ്ങി വന്നത് വരെ ഓക്കെ. വന്നു കഴിഞ്ഞപ്പോഴേക്ക് ആ എയർപോർട്ടിൽ എത്തിയ ആ സമയം തൊട്ട് റെന വീണ്ടും വൈറലാവുകയായി. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ കണ്ടു കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ അത് തന്നെയായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. റെന ഓടിച്ചെന്ന് ആലിമിനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എത്തിയ സന്തോഷത്തിൽ സ്വന്തം ഉമ്മയെ കെട്ടിപ്പിടിച്ചില്ല. അവൾ നെഗറ്റീവായിട്ടായിരുന്നു കൂടുതൽ വീഡിയോസും വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, റെന വൈറലായത് എങ്ങനെയാണ്? ആദ്യമേ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലും ഒക്കെ ആയാലും റെന വൈറലായത് ഇങ്ങനെ തന്റെ മുൻ തലമുറയെ എതിർത്ത് വൈറലായ ഒരു താരമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരമാണ് റെന ഫാത്തിമ എന്ന് പറയുന്നത്. കാര്യം ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു കാമുകരുമായി ഉണ്ടാക്കി ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി ടൂറ് പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിലൂടെ വൈറലായ ഒരാളാണ് റെന ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോൾ റെന ഫാത്തിമ അങ്ങനെ വൈറലായ ഒരാളിൽ പിന്നെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കും. പിന്നെ അങ്ങനെ ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായതിനു ശേഷം റെനയും ആലിബും കൂടെ മറ്റൊരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തു. അതിൽ പറയുന്നുണ്ട്, ഞാൻ ആലിബിനായിട്ട് മുമ്പേ പോയി സംസാരിച്ചതിന് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആലിബിന്റെ മുമ്പേ പോയി കണ്ടു, കെട്ടിപ്പിടി. റെനയുടെ വീട്ടുകാർക്കും ആലിബിന്റെ വീട്ടുകാർക്കും അറിയാം റെനയ്ക്ക് ആലിബിനോടാണ് വീട്ടുകാരോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ആലിബിനോടാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് റെനയും ആലിബും കൂടെ വന്നിരുന്ന് പറയുന്നത്. ഇവിടെ എയർപോർട്ടിൽ നീ ഉമ്മയെ പോയി കെട്ടിപ്പിടിക്കാൻ ചെയ്തു, ഉമ്മ കൊടുക്കാൻ ചെയ്തു, ഉമ്മയെ സ്വീകരിക്കാഞ്ഞത് എന്തെന്നൊക്കെ ചോദിച്ചാൽ ചോദിക്കുന്നവന്മാരാണ് മണ്ടന്മാരാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റെന അങ്ങനെ ആ ഒരു ഏജിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു കുട്ടിയല്ല എന്ന് നമുക്കറിയാം. പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. പണത്തിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ റെന പറയുന്നുണ്ട്, പണത്തിന്റെ വില അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് ആലിബിന്റെ കാലൊന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും പൈസയൊക്കെ ആകുന്നതിന് മുമ്പ് അന്ന് ആലിബ് എങ്ങാണ്ട് റെനയോട് 1 ലക്ഷം രൂപ ചോദിച്ചു. റെനയുടെ കയ്യിൽ ആ പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ആ പൈസ കൊടുക്കാനുമില്ല, ആലിബിന് പൈസയ്ക്ക് അത്യാവശ്യവുമായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ അവിടെ കുറഞ്ഞു വന്നു, ബന്ധമൊക്കെ കുറച്ചൊന്നും അതിൻ്റെ ആ തിക്നെസ് ഒന്ന് കുറഞ്ഞു വന്നു എന്നൊക്കെ റെന തന്നെ പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഈ കുട്ടിയുടെയൊക്കെ പക്വതയില്ലായ്മ തന്നെയാണോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പണത്തിന് മൂല്യം കെടുത്തുകൊണ്ടുള്ള ഒരു ബന്ധം, ആ ബന്ധം എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലേ? പക്ഷേ റെനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റെനയുടെ അതേ ഏജിലുള്ള കുറച്ച് ഇതുപോലെ ചിന്തിക്കുന്ന കുറെ കുട്ടികളായിരിക്കും റെനയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റെനയ്ക്ക് ഇപ്പൊ പേരൻസിന്റെ ഒന്നും ഒരു അണ്ടറിലല്ല റെന ഉള്ളത്. റെനയ്ക്ക് ഒരു വരുമാനം വന്നു. റെനയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് 18 വയസ്സാവുന്നതിന് മുമ്പ് ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നു, എന്നിട്ട് ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങുന്നു. അപ്പം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരുടെ ഏജിലുള്ള. അത് സാധിക്കാത്തത് അവർക്കത് സാധിക്കത്തുമില്ലായിരിക്കും. ഒന്നുകിൽ അവരുടെ സാമ്പത്തികം അവരെ അനുവദിക്കത്തില്ല, അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരെ അനുവദിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ തനിക്ക് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നാൽ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അവരെങ്കിലും ചെയ്യുന്നല്ലോ എന്ന് കരുതി. പക്ഷെ അത് ആത്മാർത്ഥതയുള്ള ഒരു സപ്പോർട്ടല്ല ഒരിക്കലും. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടുള്ള ആനന്ദത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഒരിക്കലും ആത്മാർത്ഥമായ സപ്പോർട്ടായിരിക്കത്തില്ല. കാരണം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പേരൻസിനോടുള്ള ഉത്തരവാദിത്വവും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് തോന്നണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ എൻ്റെ പേരൻസിനോട് കാണിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ അവർ ഒരു പേരന്റ് ആവണം. അവരൊരു പേരന്റായി ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്ത് ആ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെ വളർത്താൻ തുടങ്ങുമ്പോഴെങ്കിലും ഇവരെന്താണ് ഇവരുടെ രക്ഷകർത്താക്കളോട് കാണിച്ചിരുന്നു എന്നിവർ ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ സ്വഭാവം ഉള്ള കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. അപ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവാം. അപ്പോഴേക്കും ഇവരുടെ സ്റ്റാൻഡൊക്കെ മാറി വന്നിട്ടുണ്ടാവും.
അപ്പോൾ അന്ന് ഇതൊന്നും ചെയ്യാതിരുന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തി അവരെ പേരൻസിനെയൊക്കെ അനുസരിച്ച് അവർ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടാവും. ഇവർ ഒരു പക്ഷേ ചിലപ്പോൾ ആകാം, റെനെ അങ്ങനെ ആകുമെന്നല്ല, മറ്റൊരു രീതിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം മറ്റവർ ആ പേരൻസിന്റെ കീഴിൽ നിന്ന് അവർ സേഫ് ആയിട്ട് പോയിട്ടുണ്ടാകും. അവർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇവരുടെ എന്നെ ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് പോയവർ ചിലപ്പോൾ പടുകുഴിയിലായി പോവുകയും ചെയ്യും. ഇതിനകത്ത് കണ്ടതാണ് ജാസ്മിന്റെ ഫോട്ടോ കോപ്പിയാണ് റെനെ എന്നൊക്കെ. അതിന് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് അറിയാമായിരുന്നു. കാര്യം അതിന്റെ ഉപ്പയ്ക്ക് ഉണ്ടായ കടവും ഒരു ആക്സിഡന്റും ഒക്കെ ആയിട്ട് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഉപ്പയുടെ കടങ്ങളൊക്കെ തീർത്തു, വീടുമൊക്കെ ശരിയാക്കി, അനിയന്റെ ഉത്തരവാദിത്തങ്ങളും വീട്ടുകാര്യങ്ങളും ഫുള്ള് നോക്കി നല്ല രീതിയിൽ നല്ലൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമയും നമ്മളെല്ലാം കരുതിയിരുന്നത് അങ്ങനെ നല്ലൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമയും വീട്ടുകാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്തത്തോട് നോക്കി നടന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ റെനയും ജാസ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെനയ്ക്ക് പണത്തിന്റെ മൂല്യത്തിന് വില കൊടുക്കുന്നു. ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആ പണത്തിനോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിനോ മൂല്യം കൊടുക്കുന്നില്ല. ഇന്നും റെന ഇങ്ങനെ ജീവിക്കുമ്പോൾ റെന പറയുന്നുണ്ട് 5 വർഷം കൂടി കഴിയുമ്പോൾ അവർ ഒരിക്കലും ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കില്ല, 5 വർഷം കഴിയുമ്പോൾ അവർ പ്രോപ്പർലി മാരേജ് ചെയ്ത് അവർ സെറ്റിൽഡ് ആകുമെന്ന് റെന പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയൊരു കുട്ടിയാണ്. ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് അവിടെ ചെന്ന് ഗബ്രിയെ കണ്ട് ഗബ്രിയോട് ഒരു ഭ്രമം തോന്നി. ഗബ്രി ഒരിക്കലും ഇന്നുവരെ പറഞ്ഞിട്ട് ഓപ്പണായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല ജാസ്മിനെ വിവാഹം കഴിച്ചോളാം, ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് ഗബ്രിയോ അല്ലെ ജാസ്മിനോ പരസ്പരം എങ്ങും പറഞ്ഞിട്ടില്ല. അവര് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. അവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്, അവർക്ക് പിന്നിലും ഒരു വലിയൊരു ടീമുണ്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറ. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്യുന്നവരാരും അവരെ പോലെ ജീവിക്കുന്നവരായിരിക്കില്ല. ഈ ജാസ്മിൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മണ്ടിയായ പെണ്ണാണെന്ന് തന്നെ പറയാം. ഇത് റെനയോ ജാസ്മിനെയോ മാത്രം ഉദ്ദേശിച്ച് പറയുന്ന ഒരു കാര്യമില്ല. നമ്മുടെ പുതിയ തലമുറയിലെ 2K കിഡ്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് കുട്ടികളും മനസ്സിലാക്കാനുള്ളതാണ്. റെനയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ലൈഫിന് അത്ര ഈ ഒരു കാര്യത്തിൽ ഫാമിലി ലൈഫിന് പേരൻസിന് മുൻതൂക്കം കൊടുക്കുന്നില്ല എങ്കിലും പണത്തിന്റെ കാര്യത്തിലും ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലും വളരെ ക്ലിയർ കട്ടായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.